ഒരു ആർട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ആൾക്കാർ ഇതിലേക്ക് വന്നാൽ അവർക്ക് മെൻ്റലി എന്താണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈസിനെസ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും മൈൻഡ് ചെയ്ത് വേണം ആ രാജ്യത്തൊക്കെ UK പോലുള്ള രാജ്യത്ത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ചെയ്യാൻ. ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസമൊന്നും നടക്കുന്ന രാജ്യമല്ല അത്. പ്രത്യേകിച്ചും അണ്ടർ 19 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മാത്രമേ എന്ത് കലയാണെങ്കിലും, എക്സ്പെഷ്യലി അവിടുത്തെ സ്കൂളിംഗ് ആണെങ്കിൽ പോലും നമ്മളിവിടുത്തെ പോലെ അടിച്ചു പഠിപ്പിക്കുന്ന ഒരു രീതിയൊന്നുമല്ല. അപ്പോൾ ഏജ് ഡിഫറൻസ് ഇല്ല, ആൺ പെൺ വ്യത്യാസമില്ല, സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു രാജ്യം. അപ്പം അവർ എന്താണോ അവർ പഠിക്കാൻ വരുന്നതുകൊണ്ട് അവർക്കുള്ള ഗുണം അല്ലെങ്കിൽ ഒരു റിസൾട്ട് മസ്റ്റാണ്. നമുക്ക് ഇവിടുത്തെ പോലെ 5 വർഷം ചെണ്ട പഠിച്ചു 6ാമത്തെ വർഷം ആശാൻ പറയുന്നതിന് വരെ ചെണ്ട പഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തുക അല്ലെങ്കിൽ തബല പഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തുക എന്നുള്ള രീതി അവിടെ നടക്കില്ല. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പോൾ ഒരു സെപ്റ്റംബർ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ മനസ്സിൽ ആ ഗ്രൂപ്പിനൊരു ഒരു എയിം ഉണ്ടാവും. അടുത്ത ഓണമോ അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസോ ഒക്കെ വരുമ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ്സ് പെർഫോം ചെയ്യണമെന്നുള്ള. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ റെഡിയാക്കുക എന്നുള്ളൊരു വലിയ റിസ്ക് നമുക്കുണ്ട് ഇതിനകത്ത്.